ഞാൻ സംതൃപ്തനല്ല. എല്ലാത്തിനും നികുതി കൂട്ടിയിട്ടുണ്ട്. ധാർഷ്ട്യം മാത്രമേ അയാൾക്കുള്ളൂ. ഏറ്റവും വെറുക്കുന്നത് അയാളുടെ ധാർഷ്ട്യത്തിനെയും മൗനത്തിനെയും. ഇനി ആര് ഭരിച്ചാലും, ഇതിപ്പോൾ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും ആര് ഭരിച്ചാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പൊ കേരളം മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ, മനസ്സിലാക്കാലോ. പിള്ളേരെ തല്ലിയിട്ട് അതറിയില്ല എന്ന് പറയുന്ന, കണ്ടില്ല രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന പിണറായിയുടെ ശൈലിയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനമൊഴിയുകയാണെങ്കിൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും? രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഈ ചോദ്യത്തിന് ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം. ആര് വന്നാലും കുഴപ്പമില്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആര് വന്നാലും കുഴപ്പമില്ല. പിന്നെ യൂത്ത് വരുവാണെങ്കിൽ ഒന്നുകൂടെ നന്നാവും, മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും, സാധാരണക്കാരായ ജനങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഭരണത്തിൽ നിന്ന് ഒരു മാറ്റം വരണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ LDF ഇനി വേണ്ട, UDF LDF ആയാലും കുഴപ്പമില്ല, UDF ആയാലും കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയായിരിക്കണം, അല്ലാതെ ഇന്ന പാർട്ടി വേണമെന്നൊന്നുമില്ല. വനിതകളാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വനിത വരികയാണെങ്കിൽ വനിത വന്നാലും നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ കേരളത്തിനെ ദ്രോഹിക്കുന്ന തരത്തിലൊരു മുഖ്യമന്ത്രി നമുക്ക് കേരളത്തിന് ആവശ്യമില്ല. ഇപ്പൊ കേരളം മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ, മനസ്സിലാക്കാലോ. അപ്പോൾ ആരായാലും കുഴപ്പമില്ല, കേരളത്തിലെ മക്കളെ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരായിരിക്കണം, അത്രയേ വേണ്ടു. പാർട്ടി ഏതായാലും കുഴപ്പമില്ല, പാർട്ടി ഏതായാലും കുഴപ്പമില്ല. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഞാൻ ഷാഫി പറമ്പിൽ പറയും. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ? അത് ഒരു യൂത്ത്, അത്ര പിന്നെ നല്ല ആക്റ്റീവാണ്, എല്ലാവരുടെ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ആളാണ്. അദ്ദേഹം വരാണെങ്കിൽ കുറച്ചുകൂടെ കുറച്ചും കൂടി നന്നായിരിക്കും. കുറച്ചും കൂടി എല്ലാവരുമായിട്ട് നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ, പാർട്ടി ബേസിലല്ല കേട്ടോ, നമുക്കൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അത്രേ ഉള്ളൂ. ഇപ്പോൾ സുരേഷ് ഗോപി ഇവിടെ ജയിച്ച പോലെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഷാഫി പറമ്പിലിനെ ഇഷ്ടമാണ്. കുഴപ്പമില്ല, നല്ല ഇതാണ് ആളുടേത്. ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെയൊക്കെ പരിപാടിയിലൊക്കെ പോയിട്ട് കണ്ടില്ലേ, അങ്ങനെ എല്ലാവരുമായിട്ട് നമ്മൾ പ്രശ്നം ഇപ്പോൾ കണ്ടില്ലേ, ഈ പിള്ളേരുടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള കുത്തഴിഞ്ഞ ഇതും. അപ്പോൾ അതിനൊക്കെ വരണം, പിണറായി സർക്കാർ മാറണം, അത്രേ ഉള്ളൂ. ഏത് പാർട്ടിക്കാർ ഭരിച്ചാലും കുഴപ്പമില്ല, ജനങ്ങളെ സേവിക്കണവരായിരിക്കണം അവർ. ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ ആരാണ് സഹായിക്കണം, അവരുടെ കൂടെ ജനങ്ങളുണ്ടാവും. ഇപ്പോൾ പിണറായി സർക്കാരിന്റെ ഇത്രയും നാളത്തെ ഒരു ഭരണത്തിൽ തൃപ്തരാണോ നിങ്ങൾ? അല്ല, തൃപ്തരല്ല. കുറേ മോശം ഇത് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം. ഇനി ആര് ഭരിച്ചാലും, ഇതിപ്പോൾ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും ആര് ഭരിച്ചാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തി വരുന്നതാണ് നല്ലത്. ഇന്ന പാർട്ടി വരുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള വ്യക്തി വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന പാർട്ടി, ആ പാർട്ടി വേണം, ഈ പാർട്ടി വേണമെന്നൊന്നും ഞാൻ പറയില്ല, മനസ്സിലായ. എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ കിട്ടുന്ന ഒരു വ്യക്തിയായിരിക്കണം അടുത്ത മുഖ്യമന്ത്രിയായി വരേണ്ടത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു വനിതയാണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും കുറച്ചുകൂടി നല്ലതായിരിക്കും? ഇപ്പോ വനിത, അപ്പൊ അവർക്ക് മുൻഗണന കൊടുക്കുക, അതില് കാര്യമില്ല. രണ്ടു കൂട്ടർക്ക് ഈക്വലായിട്ട് കിട്ടണം. അല്ലാണ്ട് ഇപ്പൊ നമ്മള് വനിതകൾക്ക് കുറെ കാര്യം കൊടുത്തു, ആണുങ്ങൾക്ക് കൊടുത്തു എന്നുള്ളതിൽ ഇതില്ലല്ലോ. രണ്ടും തുല്യമായിട്ട് കിട്ടാവുന്ന വിധത്തിലുള്ളതായിരിക്കണം. ശശി തരൂരാണ് ഒരു ഫ്യൂച്ചർ കാഴ്ചപ്പാടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ശശി തരൂരിനെ പറയുന്നത്? ഒരു ദീർഘവീക്ഷണമുള്ള ഒരാളായിരിക്കണം. നാളെ പറയുന്നത് ഇന്ന് പറയുന്നത് വ്യത്യസ്തമാവാൻ പാടില്ല. പിണറായി സർക്കാരിന്റെ ഇത്ര നാളത്തെ ഒരു ഭരണത്തിൽ സംതൃപ്തരാണോ ജനങ്ങൾ? ഞാൻ സംതൃപ്തനല്ല. എല്ലാത്തിനും നികുതി കൂട്ടിയിട്ടുണ്ട്. ധാർഷ്ട്യം മാത്രമേ അയാൾക്കുള്ളൂ. ഏറ്റവും വെറുക്കുന്നത് അയാളുടെ ധാർഷ്ട്യത്തിനെയും മൗനത്തിനെയും. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ഇതുവരെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഒന്നും ചെയ്യാനായിട്ട് ഫണ്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റൂല. ഇവരെല്ലാം എല്ലാ മേഖലയും നശിപ്പിച്ചിട്ടിരിക്കുകയാണല്ലോ. പിന്നെ ഇത് പിക്കപ്പ് ചെയ്ത് വന്നിട്ട് വേണ്ട ഇനി എന്തെങ്കിലും രീതിയിൽ ഇത് നാട് നന്നാവാനായിട്ട്. തരൂര് വരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. തരൂര് വരികയാണെങ്കിൽ തരൂരിനൊരു കാഴ്ചപ്പാടുണ്ട് കേരളത്തെ കുറിച്ചിട്ട്, കേരളത്തിന്റെ വികസനത്തിനെ കുറിച്ചിട്ട്. അങ്ങനെയുള്ള ഒരാളാണ്. വരികയാണെങ്കിൽ എന്ത് മാറ്റാണ് ചേട്ടൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഒന്നാമത് പൊതുവായിട്ടുള്ള ആൾക്കാരോടുള്ള പെരുമാറ്റം തന്നെ മാറ്റണം. മുഖ്യമന്ത്രിയുടെ ഇപ്പോഴുള്ള നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പെരുമാറാണ്. ഇപ്പം ഈ പിള്ളേരെ തല്ലിയിട്ട് അതറിയില്ല എന്ന് പറയുന്ന, കണ്ടില്ല രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന പിണറായിയുടെ ശൈലിയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഒരു ഡിപ്ലോമസി ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
പിന്നെ വ്യവസായ മേഖലയിൽ എന്ത് വികസനം വേണമെന്നുള്ളതിനെ കുറിച്ച് തരൂരിനൊരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ കോവിഡ് കാലത്ത് ഞങ്ങൾക്കും മറ്റേ അതിൻ്റെ ഒരു അഡീഷണൽ ഫീസ് മേടിക്കുന്നുണ്ട് ഇലക്ട്രിസിറ്റിയിൽ, അത് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 രൂപ പോലും ഒഴിവാക്കി തന്നില്ല. മറ്റേ എന്തുട്ടാണ് ഇലക്ട്രിസിറ്റി ചാർജിന് പുറമെ ഒരു ചാർജ് കൂടി അവർ നമ്മുടെ നിന്ന് ഈടാക്കുന്നുണ്ട്. അത് അത് പ്രവൃത്തിയിലൊന്നുമില്ല. പിന്നെ റോഡ് വികസനം നടന്നു എന്നാണ് പറയുന്നത്, കേന്ദ്രമാണ് ചെയ്യുന്നത്. കേരളം എന്താ ചെയ്യുന്നത്? നാഷണൽ ഹൈവേ. ഇവരൊക്കെ എന്നേ എതിർത്തിട്ടുള്ളൂ. 30 മീറ്റർ റോഡാക്കാൻ പറഞ്ഞിട്ട് നടന്നിട്ടുള്ളവരല്ലേ ഇവർ, നിയമസഭ പാസ്സാക്കിയതല്ലേ. അന്ന് അത് 80 മീറ്റർ ആക്കിയിരുന്നെങ്കിൽ ഇന്നത്തെ 4 കോസ്റ്റിൽ അത് ചെയ്യാമായിരുന്നു. ഇന്നുണ്ട് പറയുന്നു ഇന്ന് റോഡ് വികസനം ഞങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. സ്മാർട്ട് സിറ്റീനെ എതിർത്തു. പിന്നെ അവർക്ക് കാശ് കൊടുത്ത് അങ്ങോട്ട് വിടാൻ പോകണം. അവർ നഷ്ടപരിഹാരം അവരെന്ന് മേടിക്കല്ല ചെയ്യുന്നത്. ഈ സഹകരണ സംഘങ്ങൾ മുഴുവൻ ഇവർ നശിപ്പിച്ചിട്ടുണ്ട്. ഇടതുപക്ഷമാണ് ഇവിടെ 70% സഹകരണ സംഘങ്ങളും ഭരിക്കുന്നത്. അതൊക്കെയും കൊള്ളയടിച്ചിട്ടുണ്ട്. ഇതിൽ മേലൊരു ഗവൺമെൻറ് ഒരു സർക്കാർ മുന്നണിയുടെ ഭാഗത്ത് നിന്നിട്ട് നാടിന് വേണ്ടത്. സാധാരണ ജനങ്ങൾ അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നത്. പിണറായി മാറണം, ശശി തരൂരിനെ പോലുള്ള ഒരാൾ നേതൃത്വത്തിൽ വരണം. KK ശൈലജ എന്തുകൊണ്ടാണ്? നല്ലൊരു പ്രവർത്തന ശേഷിയുള്ള ഒരു നേതാവാണ്. കുറച്ചും കൂടെ ജനങ്ങളുടെ അതെ, ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഭരണത്തില് ചേട്ടൻ സംതൃപ്തനാണോ? ചില കാര്യങ്ങളിൽ സംതൃപ്തിയില്ല. ഈ മറ്റേ നിത്യോപസാധനങ്ങളുടെ വില വർധനവ് അത് പിടിച്ചു നിർത്താനുള്ള ചെറിയ ഇതുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ഭരണം. ഇനിയും തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി തന്നെ വരികയാണെങ്കിലോ? അതാണ് സാധ്യത കൂടുതൽ. വനിത നല്ലത്. വനിത വരണമെന്നാണോ? വനിതയാണെങ്കിൽ ആരായിരിക്കും കുറച്ചുകൂടെ നല്ലത്? ഇതിപ്പോ വനിത നല്ലത്, അതൊന്നും പറയാൻ പറ്റില്ല. ആരായാലും കുഴപ്പമില്ല, വനിതയായ മതി. മതി. അതെന്തുകൊണ്ട് വനിതയായ ഭരണം നന്നാവുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല, വനിത മതി, കുഴപ്പമില്ല. വനിത മതി. മതി. അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ വനിത മതി എന്ന് പറയണതിന്. പറയാൻ പറ്റില്ല. ഇപ്പൊ പുരുഷന്മാര് ഭരിച്ച് കണ്ടും മതിയായതുകൊണ്ടാണോ? അല്ല, മതി, കുഴപ്പമില്ല, അത് മതി. യൂത്ത് വരണമെന്ന് തന്നെയാണ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രിയായിട്ട് വനിത വരണമെന്ന് ആഗ്രഹമുണ്ട്. വനിത വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും വരികയാണെങ്കിൽ ഞങ്ങൾ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഏത് വനിത വരണമെന്നാണ്, ആര് വരണമെന്ന് ആഗ്രഹം? വനിത മീൻസ് സാധാരണ ഒരു ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന ആര് എന്നാലും നമുക്ക് സാധാരണക്കാരെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അവർക്ക്. പിണറായി വിജയന്റെ ഈ ഭരണത്തില് ഇത്രയും നാളത്തെ ഒരു തുടർച്ചയായി ഭരണമായിരുന്നല്ലോ നമ്മൾ കണ്ടത്. ആ ഒരു ഭരണത്തില് ഓക്കെ ആണോ? ജനങ്ങള് സംതൃപ്തരാണോ? അല്ല, എല്ലാവരുടെ അഭിപ്രായം അങ്ങനെയാണ്. സംതൃപ്തരല്ലല്ലോ ആരും. അതാണ് ഇത്രയും ജനങ്ങള് വയലന്റ് ആവാനുള്ള കാരണം. ഇപ്പൊ ഒരുപാട് മയക്കുമരുന്നിന്റെ ഡ്രഗ്സിന്റെ ഉപയോഗം തന്നെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കാനായിട്ട് ന്യൂ ജനറേഷൻ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയും പിണറായി വിജയൻ തന്നെ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ജനങ്ങൾ അതിനോട് പൊരുത്തപ്പെടുക? പക്ഷെ എല്ലാവരും അംഗീകരിച്ചിട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾക്ക് അംഗീകരിക്കാതെ നിവർത്തിയില്ലല്ലോ. നമ്മൾ അംഗീകരിക്കുക. രാഷ്ട്രീയം എന്നത് ഒരു എന്താ പറയാ, ഒരു രാജ്യത്തെ സേവിക്കുക എന്നുള്ളതിലുപരി ജനങ്ങളുടെ പ്രശ്നങ്ങള് കണ്ടുപിടിക്കുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരും ക്വാളിഫിക്കേഷൻ ഉള്ളവരല്ല. അത് രാഷ്ട്രീയം അവർക്കിടെ ഒരു ജോലിയായിട്ട് കൊണ്ടു നടക്കണ പോലെയാണ്. അപ്പൊ നമുക്ക് വരുന്നത് ഇനിയും വരുന്ന ഒരു ജനറേഷൻ നല്ലൊരു ജനറേഷൻ ആയിരിക്കണം. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ വേണം. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗജരാവിൽ നിന്നുള്ള വരുമാനം മാത്രമല്ലല്ലോ അവർ ചിന്തിക്കേണ്ട കാര്യം. അവർക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി മുഖാന്തരം പോവുകയും ചെയ്യാം, ജനങ്ങളെ സേവിക്കുകയും ചെയ്യാം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് എല്ലാവർക്കും തൃപ്തിപ്പെടുന്ന ഒരു ഭരണം അല്ല ആളുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ സ്വന്തം നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. ആള് ഇപ്പൊ ശരിക്കും നമ്മുടെ ഖജനാവിലൊന്നുമില്ല. അപ്പൊ അവര് തന്നെ വന്നാലാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവര് തന്നെ അറിയുള്ളൂ. അല്ല ഇനിയൊരു പുതിയ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ആള് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്ര ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കുറച്ചുകൂടെ ഇന്നയാള് വന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നുന്നുണ്ടോ? നന്നാവും, ഉറപ്പാണ്. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ. അത് സുരേഷ് ഗോപി ആയാൽ നല്ലതാണെന്ന് തോന്നണോ? പ്രതീക്ഷിക്കണോ? അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ആര് വരുമ്പോഴും നമ്മൾ വിചാരിച്ച പോലത്തെ ഇത് നമുക്ക് കിട്ടണില്ല. എല്ലാവരും പറയുമ്പോ ഇന്ന ആയാന്നൊക്കെ പറയും. പക്ഷെ ആയി വരുമ്പോ നമുക്ക് വിചാരിച്ച ആ ഒരു ധാരിൽ നിന്ന് നമുക്ക് കിട്ടും. എല്ലാവരും വാക്കിൽ മാത്രമേ ഉള്ളൂ, ആരും പ്രവൃത്തിയില് കാണിക്കുന്നില്ല. പിന്നെ എനിക്ക് രാഷ്ട്രീയത്തിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല. പിന്നെ ആര് വരികയായാലും അത് എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യണ ഒരാളായിരിക്കണം.
ഒരു വനിതാ മുഖ്യമന്ത്രി ഒക്കെ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും? വനിതാ മുഖ്യമന്ത്രി ആകുമ്പോൾ ഒന്നുകൂടി പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഒരു നല്ലൊരു തീരുമാനം എടുക്കുക. അതായത് ഇപ്പോൾ അധികം പീഡന കേസും അങ്ങനെ പെണ്ണുങ്ങൾക്ക് പുറത്ത്, കുട്ടികൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയല്ല വരുന്നത്. അപ്പൊ അതിന് കുറച്ചും കൂടി ഈ കാര്യത്തിൽ ഒരു പ്രത്യേകമായിട്ട് ഒരു മുൻകരുതൽ എടുക്കുമല്ലോ ആണുങ്ങളെക്കാൾ കൂടുതൽ. വനിതാ മുഖ്യമന്ത്രി ആണെങ്കിൽ അത് നല്ലൊരാളായി നല്ല രീതിയിൽ പോകാൻ കഴിവുള്ള ഒരാളാവണമെന്ന് ആഗ്രഹമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളായിരിക്കുന്നത് വളരെ നിർബന്ധമുണ്ട്. ഇനി പിണറായി വിജയൻ ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഏത് പാർട്ടി വന്നാലും നല്ലൊരാളായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളായിരിക്കണം. വയസ്സായവർക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് മുഴുവൻ ചെയ്തു തരാനുള്ള ഒരു മനസ്സുള്ള ആളായിട്ട് വരണം. പിണറായി സർക്കാർ വേണ്ട, പിണറായി സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത്രയും നാൾ അവർ ഭരിച്ചില്ല, ഇനി ഒരാൾ മാറി അതെ മാറി മാറി. പിണറായി ഒരിക്കലും ഇനി വരരുതേ അപേക്ഷിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ വന്നാൽ വളരെ സന്തോഷം. സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉണ്ട്. ഒരവസരം അവർക്ക് കൊടുക്കണം. നമ്മുടെ നാടിന്റെ നന്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. ഇനി പിണറായി വരല്ലേ.